ഞാൻ നേരത്തെ പറഞ്ഞു ഫോണിൽ വിളിച്ച ചില ആളുകൾ ഇതിൻ്റെ മറുവശം അന്വേഷിക്കണമെന്ന് കാര്യം പറഞ്ഞത്. എനിക്ക് പപ്പ് ഓർമ്മ വന്ന് സിദ്ധാർത്ഥിൻ്റെ സമയത്തെ കാര്യമാണ്. ആ സമയത്ത് ഇതുപോലെ വിളിക്കുന്നവരുണ്ട്. എന്താണ് ഈ പറയുന്ന ആൾ ഇതൊന്നും അല്ല പ്രശ്നം, ഇതിൻ്റെ പിന്നിൽ വേറെന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യാജങ്ങൾ പറയാൻ നമ്മളെ സ്വാധീനിക്കാനാണ് ഈ വിളിയൊക്കെ. ഇതെങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ ആധികാരികമായി പറയുന്നു. ഈ മരിച്ചുപോയ എന്താണ് ഇതിനെപ്പറ്റി പല കള്ളക്കഥകൾ അണിയറയിൽ തയ്യാറാവുന്നുണ്ട്. എന്തിനാണ്, എങ്ങനെയാണ് ഇത് ഒരേ പാറ്റേൺ ആവുന്നത് ശ്രീമതി ഷീബ? നമ്മുടെ പ്രതികളുടെ സ്ഥാനത്ത് ആരാണ് നിൽക്കുന്നത്? അധ്യാപകര്, അല്ലെങ്കിൽ അധ്യാപകരുടെ കൂടെ ഉള്ള കുറച്ച് വിദ്യാർത്ഥികൾ. നമ്മുടെ കേസിലാണെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികൾ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ അധ്യാപകർ, അവരെ രക്ഷിക്കണ്ടേ? അവരുടെ രക്ഷ എന്ന് പറയുന്നത് അവരെ സംരക്ഷിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടിയെ ഇതിപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നു, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കൊലയ്ക്ക് സമാനമായ രീതിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരാളെ തള്ളിയിടുന്നതിന് തുല്യമായി അവർ അത്രയും പീഡിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊരു ആത്മഹത്യ അല്ല. അപ്പോൾ അതിൽ നിന്ന് ഊരി പോകണമെങ്കിൽ ഇതുപോലെ ലോണാപ്പോ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളക്കഥ ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ കുട്ടികളുടെ അടുത്ത് ഞാൻ പറയുന്നത്, നമ്മുടെ പുതിയ തലമുറയെടുത്ത് ഞാൻ പറയുന്നത്, അവരിപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുട്ടികൾ സ്വന്തം തൊട്ടടുത്ത് കൂടെ വരുന്ന ഒരാളെ കൊന്നിട്ടാൽ പോലും തിരിഞ്ഞു നോക്കരുത് എന്ന് പഠിക്കുന്നു. കാരണം അവരുടെ പേടി. ഇന്റേണൽ മാർക്ക് മാത്രമല്ല, വൈവേ എക്സാമിൻ്റെ തിയറി എക്സാമുകൾ, ഇതിലൊക്കെ ഈ അധ്യാപകർക്ക് സ്വാധീനം ചെലുത്താം. അതിന്റെ പേടി കൊണ്ട് കുട്ടികൾ ഇങ്ങനെ ആയിപ്പോകുന്നതാ, ഒന്നും പുറത്തു പറയാതെ. കുട്ടികളുടെ പേടി മാത്രമല്ല, എന്നെ രക്ഷകർത്താവ് വിളിച്ചു PTA മീറ്റിംഗിൽ. ആ രക്ഷകർത്താവിന്റെ കുട്ടിയെ അവിടെ നിർത്തി അധ്യാപകർ ചുറ്റും കൂടിയിട്ട് വാക്കുകൊണ്ട് വേട്ട നടത്തിയ കാര്യം പറയാണ്. രക്ഷകർത്താവിനോട് പറയാണ്, ആ രക്ഷകർത്താവിന്റെ മുന്നിൽ വെച്ച് റാം കുട്ടിയെ അടിക്കാൻ കയ്യോങ്ങി എന്ന് പറയാണ്. പുറത്തു പറയാൻ പേടിയാണ്, രക്ഷകർത്താക്കൾക്ക് പേടി, മൊത്തത്തിൽ പേടി. അതെന്തോ പേടിയാ അത്? ആ കുട്ടി ആ പേരൻസിന്റെ പേടി എന്ന് പറഞ്ഞാൽ, ആ കുട്ടി എത്രയോ വർഷം പഠിച്ചിട്ടാണ് ഒരു അഡ്മിഷൻ കയറുന്നത്. അതിൽ പഠിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത്, മക്കളെ എങ്ങനെയെങ്കിലും ആ കോഴ്സ് കഴിഞ്ഞ് പഠിച്ചിറങ്ങുക, നല്ല മാർക്കോടെ ഇറങ്ങുക, അടുത്ത് നമ്മുടെ ഭാവി അതിലായിരിക്കുന്നത്. ആ ഒരു പേടിയിലാണ് ആ കുട്ടികൾ ഇരിക്കുന്നത്. അധ്യാപകർ അതിൻ്റെ പേരിൽ അവർ ആ ധൈര്യം കാണിക്കുന്നത്. ഇവരെ എതിർക്കില്ല, പാരൻസ് ആയിരുന്നാലും കുട്ടികളായിരുന്നാലും അധ്യാപകരെ എതിർക്കില്ല എന്നുള്ള ധൈര്യം. എന്തുകൊണ്ടാണ്? മാർക്ക് കിട്ടണമെങ്കിൽ അധ്യാപകർ എന്ത് കാണിച്ചെന്നാലും അത് സഹിച്ച്, അല്ലെങ്കിൽ ഈ അധ്യാപകരെന്ന് വിളിക്കാൻ പറ്റുമെന്നോ എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം, അല്ലെങ്കിൽ ആ ഒരു ഇത്രയും ക്രൂരത സ്വന്തം കുട്ടികളെടുത്ത് ചെയ്യാൻ പറ്റുമോ? നമ്മൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ബഹുമാനിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സമയം തന്നെ ചിലവാക്കുന്നത് കുട്ടികൾ അധ്യാപകരെ കൂടെ ഇരിക്കും. ഇവരൊക്കെ എന്ത് വിശ്വസിച്ച് നമ്മുടെ കുട്ടികളെ കൊണ്ട് അവരെടുത്ത് ആക്കി കൊടുക്കും? ഈ വാക്കുകളൊക്കെ ഒരു അധ്യാപകൻ്റെ വായിൽ നിന്ന് വീഴേണ്ടതാണോ? അവരല്ലേ നമ്മുടെ കുട്ടികൾക്ക് സ്നേഹവും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശം വരെ കൊടുക്കാൻ, മറ്റുള്ള കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും കാണിച്ചാൽ ഒരു ഉപദേശം കൊടുക്കേണ്ട ആളുകളാണോ ഈ അധ്യാപകര്? ഇവരൊക്കെ അധ്യാപകരെന്ന് പേര് പറഞ്ഞ് ഇത്രയും വർഷം അവിടെ തുടർന്നത് തന്നെ എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അതാണ് പറഞ്ഞ, ആ കുട്ടികൾക്ക് പേടി, പുറത്ത് പറയാൻ പേടിയായതുകൊണ്ടാ ഇത്രയും വർഷം അദ്ദേഹമല്ല അതുപോലത്തെ കുറെ അധ്യാപകർ അവിടെ ഉണ്ടെന്നാ പറയുന്നത്. അവരൊക്കെ തുടർന്നതിന് കാരണം ഉണ്ടായിരുന്നു. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കണ്ട, ഒരു നല്ലതും ചെയ്യണ്ട, ചുരുങ്ങിയ പക്ഷം പോയി ചത്തൂടടി എന്ന വാക്ക് പറയാതിരുന്നൂടെ, ഉപദ്രവിക്കാതിരുന്നൂടെ? ഇവരൊക്കെ സ്ഥിരം ആ പറയുന്ന വാക്ക് കയറി കെട്ടിത്തൂങ്ങി ചാവടി എന്ന് നേർക്കുന്നവർ മുഖത്ത് നോക്കി പറഞ്ഞാലും പിള്ളേർ പറയുന്നുണ്ടെന്നേ. അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുക? ഇവർ ഇത്രയും കാലം എങ്ങനെ തുടർന്ന് വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവര് മനുഷ്യരാണോ? കുഞ്ഞുങ്ങളുള്ളവരാണോ ഇവരൊക്കെ? നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മുടെ എന്തോ സെക്കൻഡ് ഹോം എന്ന് പറയും അല്ലേ, സ്കൂളിന് അല്ലെങ്കിൽ കോളേജിന്. ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ഒരു അഡ്മിഷൻ എടുത്ത് കയറുന്ന ഒരു കുട്ടി, അവൻ എന്തൊക്കെയോ ആകാൻ വേണ്ടി പേടിച്ച് അവിടെ അഡ്മിഷൻ എടുക്കുകയാണ്. ഇങ്ങനത്തെ അധ്യാപകരാണോ ഇവരെ പഠിപ്പിക്കേണ്ടത്? ഇവർ ഏതറ്റം വരെ പോകേണ്ടവരാണ്? നമ്മുടെ കുട്ടികൾക്ക് ഒരു നേർവഴി കാണിച്ചു കൊടുക്കേണ്ടവരല്ലേ? ഒന്നും ഉണ്ടായില്ല. മാത്രമല്ല ഇത് അന്വേഷണം മാത്രമേ ഒരു വളരെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ അറിയുള്ളൂ ഏതൊക്കെ കോളേജിൽ ഈ പറയുന്ന അക്രമങ്ങൾ നടക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.